നമ്മുടെ അയൽരാജ്യമായ ബംഗ്ലാദേശ് അക്ഷരാർത്ഥത്തിൽ കത്തുകയാണ്. അവിടെ ഭരണപരമായ അസ്വസ്ഥതകൾ, അരക്ഷിതാവസ്ഥകളൊക്കെ വല്ലാത്ത തോതിൽ ആ രാജ്യത്തെ ബാധിച്ചു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിനെ പോലും ബാധിക്കത്തക്ക വിധം ബംഗ്ലാദേശിലെ പ്രശ്നങ്ങൾ വഷളാവുകയാണ്. ഭരണാധികാരി മുഹമ്മദ് യൂനുസിൻ്റെ കാര്യം പോലും ഇപ്പോൾ വല്ലാതെ ആശങ്കയിലാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം അത്രത്തോളം ജനരോഷം പലതരത്തിൽ അവിടെ ധാക്കയടക്കമുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാകുന്നു എന്നുള്ള വിവരങ്ങളാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. ബംഗ്ലാദേശി എഴുത്തുകാരി തസ്ലിമ നസ്രീൻ്റെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ അവിടുത്തെ ആശങ്കയുടെ ആഴങ്ങൾ നമുക്ക് വ്യക്തമാവുകയാണ്. മതനിന്ദ ആരോപിച്ച് മൈമൻ സിംഗിലെ ഒരു വസ്ത്ര ഫാക്ടറി ജോലി ചെയ്തിരുന്ന ഹിന്ദി യുവാവായ ദീപു ചന്ദ്രദാസിനെ വ്യാഴാഴ്ച രാത്രി ജനക്കൂട്ടം അതിക്രൂരമായാണ് തല്ലിക്കൊന്നത്. അത് അവിടെയുള്ള ഹിന്ദു വിഭാഗങ്ങളെ വല്ലാതെ പേടിപ്പെടുത്തുന്ന ഒന്നായി മാറുകയാണ്. വലിയ തോതിൽ പല കുപ്രചരണങ്ങളും ഹിന്ദു വിഭാഗങ്ങൾക്കെതിരെ ബംഗ്ലാദേശിൽ പ്രചരിക്കുന്നു എന്നുള്ളതാണ് ദൗർഭാഗ്യകരം. തസ്ലിമ നസ്രീൻ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചത് പ്രധാനപ്പെട്ട ഒരു കാര്യം, അതിക്രൂരമായി അതിനിന്ദ്യമായാണ് ദീപുവിനെ തല്ലിക്കൊന്നത് എന്നുള്ളതാണ്. തല്ലിക്കൊന്ന ശേഷം ദീപുവിൻ്റെ മൃതദേഹം മരത്തിൽ കെട്ടിത്തൂക്കി കത്തിച്ചു എന്ന ഭീതിജനകമായ വിവരവും ഇപ്പോൾ പുറത്തു വരുന്നു. മതനിന്ദ നടത്തിയെന്ന് പറഞ്ഞാണ് ദീപുവിനൊപ്പം ജോലി ചെയ്തവർ അയാളെ ഫാക്ടറിയിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചത്. താൻ നിരപരാധിയാണെന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടും മതനിന്ദ നടത്തിയിട്ടില്ലെന്ന് പറഞ്ഞിട്ടും ഇതൊന്നും കേൾക്കാതെ ഒരു സഹപ്രവർത്തകന്റെ ഗൂഢാലോചനയിലാണ് ഈ കൊലപാതകം നടന്നത് എന്ന് ദീപു പോലീസിനോട് പറഞ്ഞു. ജനക്കൂട്ടം ദീപുവിന് നേരെ തിരിയുന്നതിനിടെയാണ് ഈ യുവാവിനെ പോലീസ് കസ്റ്റഡി എടുക്കുകയും ലോക്കപ്പിലേക്ക് മാറ്റാൻ ശ്രമിക്കുകയും ചെയ്തത്. എന്നാൽ പോലീസിനെ മറികടന്ന് ഈ വലിയ ജനക്കൂട്ടം യുവാവിനെ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കി. ഇതിന് പിന്നാലെ ക്രൂരമായി മർദ്ദിച്ചു, കൊന്നു. അങ്ങനെ ദീപു ചന്ദ്രദാസ് എന്ന ഹിന്ദു യുവാവിനെ തല്ലിക്കൊന്ന ശേഷം ശരീരം ഒരു മരത്തിൽ കെട്ടിയിട്ട് തീ കൊളുത്തി. ദൃക്സാക്ഷികൾ ഇക്കാര്യം പോലീസിനോട് പറയുന്നുണ്ട്. നിരവധി ആളുകൾ ആ ക്രൂരത കണ്ട് മൃതദേഹത്തിന് ചുറ്റുനിന്ന് ആഘോഷിച്ചുവെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സംഭവത്തിൽ മുഹമ്മദ് യൂനുസിൻ്റെ ഇടക്കാല സർക്കാർ നടപടിക്ക് ഉത്തരവിട്ടെങ്കിലും സർക്കാരിൽ നിന്ന് തങ്ങൾക്ക് ഒരു ഉറപ്പും, അതായത് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആരെയും കസ്റ്റഡി എടുത്തിട്ടില്ല എന്നാണ് കൊല്ലപ്പെട്ട യുവാവിൻ്റെ പിതാവ് ആരോപിക്കുന്നത്. തൻ്റെ മകൻ്റെ കൊലപാതക വാർത്ത ആദ്യം അറിഞ്ഞത് സോഷ്യൽ മീഡിയയിലൂടെയാണെന്നും പിതാവ് പറയുകയാണ്. അതായത് ഈ മരണം പോലും കുടുംബത്തെ അറിയിക്കാൻ അവിടുത്തെ ആളുകൾ തയ്യാറായില്ല. ആൾക്കൂട്ടം അവനെ മർദ്ദിച്ചു, അവൻ്റെ മേൽ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി, കത്തിക്കരി ശരീരം മരത്തിൽ കെട്ടിത്തൂക്കി. ഇതാണ് പിതാവ് പറയുന്നത്. മൈമൻ സിംഗിലെ ഭാലുകയിലുള്ള ഒരു ഫാക്ടറിയിലാണ് ഈ യുവാവ് ജോലി ചെയ്തിരുന്നത്. ഇത്തരത്തിൽ പല സംഭവങ്ങളും രാജ്യത്തിൻ്റെ പല ഭാഗത്തും ആവർത്തിക്കുന്നു എന്നുള്ള വിവരമൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കുടുംബത്തിൻ്റെ ഏക ആശ്രയമായിരുന്നു ദീപു ചന്ദ്രദാസ് എന്ന് തസ്ലിമ നസ്രീൻ തൻ്റെ പോസ്റ്റിൽ പറയുന്നുണ്ട്. യുവാവിൻ്റെ വരുമാനം കൊണ്ടാണ് ഭിന്നശേഷിക്കാരായ അച്ഛനും അമ്മയും ഭാര്യയും കുഞ്ഞും ജീവിച്ചിരുന്നത്. 3-4 ദിവസങ്ങളായി ബംഗ്ലാദേശ് ഇത്തരത്തിൽ കത്തുകയാണ്. തെരുവിലിറങ്ങിയ കലാപകാരികൾ ധാരാളം പൊതുമുതലുകൾ നശിപ്പിക്കുന്നു. അവർ ദേശീയ ടെലിവിഷൻ കേന്ദ്രത്തിൽ തീയിടുന്നു. ജയിലിന് തീയിട്ട് ജയിൽ തകർത്ത് 100-ലധികം തടവുകാരെ മോചിപ്പിക്കുന്നു. ഇന്ന് രാവിലെ വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 105-ലധികം മരണങ്ങളാണ്. ഏതാണ്ട് 2500-ൽ പേർക്ക് പരിക്കേറ്റു. മിക്ക അയൽ രാജ്യങ്ങളും ബംഗ്ലാദേശിൽ നിന്ന് തങ്ങളുടെ പൗരന്മാരെ തിരിച്ചു വിളിക്കാൻ ആരംഭിച്ചുവെന്ന വാർത്തയുമുണ്ട്. അതേസമയം നേരത്തെ കൊല്ലപ്പെട്ട ഉസ്മാൻ ഷെരീഫ് ഹാദിയുടെ കൊലപാതകത്തിലെ പ്രതികളെ പിടികൂടണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധക്കാർ രാജ്യത്ത് വലിയ കലാപം ആരംഭിച്ചത്. സർക്കാരിന് അല്ലെങ്കിൽ അവിടുത്തെ പട്ടാളത്തിന് ഒരു തരത്തിലും ഇത് തടയാൻ പറ്റാത്ത പശ്ചാത്തലം ഒരുങ്ങുകയാണ്. അതായത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ധാക്കയിലേക്കും മറ്റും ജനം പ്രവഹിക്കുന്നു, അവർ കൊള്ളയടിക്കുന്നു, അവിടുത്തെ പ്രധാന മാധ്യമ സ്ഥാപനങ്ങൾ പോലും തീയിടുന്നു, വല്ലാത്ത അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നു. അവിടെ ഒരു ഭരണകൂടമുണ്ടോ എന്നുള്ള ചോദ്യം, ജനാധിപത്യപരമായ ഒന്നും അവിടെ നടക്കുന്നില്ല എന്നുള്ളത് വളരെ കുറേ നാളുകളായി വ്യക്തമാക്കുന്നതാണ്. മുഹമ്മദ് യൂനുസിൻ്റെ ഇന്ത്യ വിരുദ്ധ നിലപാട്, അതായത് ഇന്ത്യക്കെതിരെ വലിയ അറ്റാക്കിംഗ് നടത്തുന്നു, ഇന്ത്യ വിരുദ്ധനാണ് എന്ന് പരസ്യമായി പറയുന്ന ഒരാളുടെ പതനത്തിനു കൂടി ഇപ്പോൾ ബംഗ്ലാദേശ് സാക്ഷ്യം വഹിക്കുകയാണ്. വലിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. വിദ്യാർത്ഥികൾ രാജ്യത്തുടനീളം കലാപം അഴിച്ചുവിട്ട് പ്രതിഷേധിക്കുന്നു. തലസ്ഥാനമായ ധാക്കയിൽ പ്രക്ഷോഭകർ പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളായ ദ ഡെയിലി സ്റ്റാർ, പ്രഥമാലോ എന്നിവയുടെ ആസ്ഥാനങ്ങൾ തീയിട്ട് നശിപ്പിച്ചു കഴിഞ്ഞു ഇതിനകം തന്നെ. വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെ ഡെയിലി സ്റ്റാറിൻ്റെ ഓഫീസിലേക്ക് ആക്രമിച്ചു കയറിയ ആളുകൾ ഫർണിച്ചറുകളും ഉപകരണങ്ങളും തകർക്കുകയും കെട്ടിടത്തിന് തീയിടുകയുമായിരുന്നു. ഇതോടെ ധാരാളം ആളുകൾ, 28ഓളം മാധ്യമപ്രവർത്തകരും ജീവനക്കാരും മണിക്കൂറിനോളം ആ കെട്ടിടത്തിനുള്ളിൽ, പുക നിറഞ്ഞ കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങുകയാണ്. അവരെ പിന്നെ വളരെ കഷ്ടിച്ചാണ് രക്ഷാസേനയൊക്കെ വന്ന് രക്ഷപ്പെടുത്തിയത്. അവിടെ വൈദ്യുതിയും വെള്ളവും അടക്കം വിച്ഛേദിക്കപ്പെട്ട
ഒരു പത്രം അത് 34 വർഷത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഡെയിലി സ്റ്റാറിന് അച്ചടി മുടങ്ങുന്ന ഒരു പശ്ചാത്തലമെന്ന് വച്ചാൽ മാധ്യമ സ്വാതന്ത്ര്യം പോലും ഹനിക്കത്തക്ക രീതിയിലാണ് അവിടെ വലിയ തോതിലുള്ള കലാപങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ്. ഇതുകൂടാതെ നിരവധി സ്ഥാപനങ്ങളിലെ കമ്പ്യൂട്ടറുകൾ മോഷ്ടിച്ചു കൊണ്ടുപോവുകയും ജീവനക്കാരെ പരിക്കേൽപ്പിക്കുകയും തീയിടുകയും മറ്റും ചെയ്തിട്ടുണ്ട്. സാംസ്കാരിക കേന്ദ്രങ്ങളായ ഛായാനൗത് ഭവൻ, ഉദീജി ശില്പ് ഗോഷ്ഠി എന്നിവയും ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ വസതിയും ആക്രമിക്കപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഡൽഹിയോ ധാക്കയോ, ധാക്ക ധാക്ക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ മുഴക്കിയാണ് ഈ അക്രമികളുടെ തേർവാഴ്ച. അതായത് വളരെ കൃത്യമായി തന്നെ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ അവർ മുഴക്കുന്നു. അതിന് കാരണക്കാരൻ അവിടുത്തെ ഇപ്പോഴത്തെ ഭരണാധികാരിയാണ്, മുഹമ്മദ് യൂനുസാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അത്രത്തോളം ഇന്ത്യ വിരുദ്ധത ജനങ്ങൾക്കിടയിലേക്ക് കുത്തി നിറയ്ക്കാൻ മുഹമ്മദ് യൂനുസ് പലപ്പോഴും ശ്രമിച്ചിരുന്നു. അതിൻ്റെ ആത്യന്തിക ഫലമാണ് ഇപ്പോൾ ആ രാജ്യം അനുഭവിക്കുന്നത്. ഈ മാധ്യമ സ്ഥാപനങ്ങൾ തന്നെ ഡൽഹിയുടെ അടിമകളാണ് എന്ന് പറഞ്ഞായിരുന്നു ഈ ആക്രമികൾ അവിടെ ആക്രമണം അഴിച്ചുവിട്ടത് എന്നുകൂടി ഓർക്കുമ്പോൾ മനസ്സിലാക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കുന്നത്. ഇതിനിടെ ഹാദിയയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇന്ത്യയാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് അവർ ഔദ്യോഗികമായി ഒക്കെ തന്നെ ആരോപിക്കുന്നുണ്ട് എങ്കിൽ പോലും കൃത്യമായ തെളിവുകളില്ലാതെ വീണ്ടും ഇന്ത്യ വിരുദ്ധത കത്തിക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ഹാദിയയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, ഡിസംബർ 12 തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയാണ് മുഖംമൂടി ധരിച്ച തോക്കുധാരികൾ ഹാദിയെ വെടിവെച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ഇദ്ദേഹത്തെ വിദേശത്തേക്ക് ചികിത്സയ്ക്ക് കൊണ്ടുപോയെങ്കിലും വ്യാഴാഴ്ച സിംഗപ്പൂരിൽ വെച്ച് മരണം സംഭവിക്കുകയായിരുന്നു. തുടർന്നാണ് വലിയ തോതിലുള്ള പ്രകടനങ്ങളും പ്രതിഷേധങ്ങളുമൊക്കെ ധാക്കയിലും മറ്റും നടന്നത്. ഇന്ത്യയുടെ നയതന്ത്ര കാര്യാലയങ്ങളിലേക്ക് പോലും മാർച്ചുകളും മറ്റും നടത്താൻ മുൻ ഭരണകക്ഷിയായ അവാമി ലീഗുമായി ബന്ധപ്പെട്ട സ്വത്തുക്കൾ നശിപ്പിക്കാനുമൊക്കെ ശ്രമമുണ്ടായി. സംഘർഷം വ്യാപിക്കുന്നത് ബംഗ്ലാദേശ് സർക്കാരിനെ കടുത്ത പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന പശ്ചാത്തലമാണ്. ഇന്ത്യ അതിസൂക്ഷ്മമായി ഈ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇന്ത്യക്ക് ഈ വിഷയത്തിൽ നിന്നും പങ്കാളിത്തമില്ല എന്നുള്ളത് മറ്റ് ലോകരാജ്യങ്ങൾക്ക് അറിയാം. അവിടുത്തെ കടുത്ത ഇന്ത്യ വിരുദ്ധത ജനങ്ങൾക്കിടയിലേക്ക് തിരികെ കയറ്റുന്ന ഭരണകൂടം തന്നെയാണ് ഇക്കാര്യത്തിൽ ഉത്തരവാദികൾ.